അങ്ങനെ ഞാൻ ദേ തിരുവോണമായിട്ട് അതിരാവിലെ തന്നെ എണീറ്റപ്പോഴാണ് ബ്രഷ് കൊണ്ടുവന്നില്ലെന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ ഓണമായിട്ട് പല്ലേക്കേണ്ടിരിക്കുന്ന മോശമല്ലേ, അത് കാരണം അമ്മൂട്ടിയുടെ ബ്രഷ് വെച്ചിട്ടാണ് പല്ലേച്ചത്. അത് കഴിഞ്ഞ് കുളിച്ച് സുന്ദരികളായിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. എല്ലാ പ്രാവശ്യവും ഓണത്തിന് സാരി ഉടുക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒരു കാലത്ത് നടക്കാറില്ല. ഞങ്ങളുടെ ഇവിടെ ഓരോരോ ദിവസം ഓരോരോ വീട്ടിലാണ് കേട്ടോ ഓണം കൂടാറ്. അങ്ങനെ ഇന്ന് തിരുവോണമായിട്ട് അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഓണം. അങ്ങനെ ദേ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. സദ്യ എന്നൊക്കെ പറഞ്ഞ ട്രിവാൻഡ്രത്തെ സദ്യയാണ് സദ്യ. ആദ്യം തന്നെ ഞങ്ങൾ സാമ്പാറിലേക്ക് ചാടാറില്ല കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ചോറും പരിപ്പും കുറച്ച് നെയ്യും പപ്പടം കൂടെ കൂട്ടി കുഴച്ച് തിന്നതിന് ശേഷം രണ്ടാമതിടുന്ന ചോറിലാണ് ഞങ്ങൾ സാമ്പാർ കൂട്ടി കഴിക്കാറ്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഏത് പായസമാണോ, ഞങ്ങളുടെ അവിടെ അടപ്പായസം വരുന്നത്, അപ്പോൾ പായസത്തിൽ കുറച്ച് പഴവും കൂടെ മിക്സ് ആക്കി, പഴം അല്ലെങ്കിൽ പപ്പടം ആയാലും മതി കേട്ടോ. അങ്ങനെ അതും കഴിച്ചതിന് ശേഷം ലാസ്റ്റ് വീണ്ടും കുറച്ച് ചോറിട്ടിട്ട് പുളിശ്ശേരി, മോര്, രസം ഇങ്ങനെ കഴിക്കണം. ഇതാണ് സദ്യ. സദ്യ എന്നൊക്കെ പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ സദ്യയാണ് സദ്യ. അത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ഇനി പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.